ഞാൻ ഭഗവാനുമായിട്ട് ഓം നമ ശിവായ. ഓക്കെ, കുറച്ച് ദിവസത്തിന് ശേഷവും നിങ്ങൾ ആ ഒരു കാര്യം കേൾക്കുന്നുണ്ടാവുക, ഓം നമ ശിവായ എന്നുള്ള കാര്യം അല്ലെ. ഗോപൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുറച്ച് ഇടിപ്പാടാണോ വീണപാടാണോ എന്നറിയില്ല, കുറച്ച് പാടുകളുണ്ട് എന്നും, എന്നാൽ അതൊന്നും മരണകാരണമല്ല എന്ന് പ്രാഥമിക റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്നതിനർത്ഥം ഇതൊരു സ്വാഭാവിക മരണമാണ് എന്നാണോ? അങ്ങനെയും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ ഒരു കാര്യം മാത്രമേ വന്നിട്ടുള്ളൂ. രാസപരിശോധന റിപ്പോർട്ട് ഇപ്പോഴും സ്റ്റിൽ പെൻഡിങ്ങിലാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആ ന്യൂസിന്റെ ചെറിയൊരു കട്ടിങ്, അതുകൂടാതെ ഈ ഫാമിലി ഒരു പുതിയ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്, അതും കേൾക്കാം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു. ഗോപൻ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഹൃദയധമനികളിൽ 75% ബ്ലോക്കാണ്. മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകളുണ്ട്. രാസപരിശോധനാ ഫലം കൂടി വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. വിവരങ്ങളുമായിട്ട് സന്ദീപ് തന്നെ ചേരാം. അതായത് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുറച്ച് പാടുകളുണ്ട്. അത് ഇടിപ്പാട് വീണപാടാണോന്നൊന്നും അറിയില്ല, എന്തായാലും പാടുകളുണ്ട്. കൃത്യമായിട്ട് ഫാമിലി ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കൂടാതെ അവരെ സഹായിക്കുന്ന ഏതോ ഒരു ഹിന്ദു പരിഷത്തിന്റെ ഒരാളിരിക്കുന്നു, അവരുടെ വക്കീലിരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇതൊരു സ്വാഭാവിക മരണമാണെന്നും സമാധിയായി എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ റിപ്പോർട്ട് ഇനിയും പൂർണ്ണമായിട്ടൊന്നുമില്ല. എന്നാൽ പോലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, കേട്ടുവെക്കാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പൂർണ്ണാർത്ഥത്തിൽ അത് നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നില്ല. ഫോറൻസിക് റിപ്പോർട്ട് വരണം എന്നാണ് അവരും പറയുന്നത്. പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം അതെ, പോലീസിന്റെ വഴിയും ഡോക്ടറൊക്കെ നമ്മൾ സമീപിച്ചപ്പോഴും മറിച്ചൊരു തീരുമാനം വന്ന കേസുകൾ എണ്ണി പറയാൻ പോലും ഉള്ളതില്ല. പോലീസ് ഓഫീസർമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അനുഭവമുള്ളവരെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തിരിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇതിലെ അവരുടെ സത്യസന്ധത കൂടി നമ്മൾ മാനിച്ചാണ് പറയുന്നത്. എന്നാലും ആ റിപ്പോർട്ട് വരട്ട് അന്ന് ഇതുപോലെ വിളിച്ച് എല്ലാവർക്കും അത് എത്തിക്കും. റിപ്പോർട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വിളിക്കേണ്ടി വരില്ല. അത് വേറെ രീതിയോ സീനൊക്കെ മാറിപ്പോവും. ഓക്കെ, പോലീസുകാർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അങ്ങനെ സാധ്യത ഒന്നുമില്ല, ഇതൊരു സമാധി ഇരുന്നത് തന്നെ അല്ലേ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന ആള് പറയുന്നത്. എത്ര ഉറപ്പിച്ചിട്ടാ പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കാം. ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 4ാമത്തെ പാരഗ്രാഫ്, ഇപ്പോൾ നമ്മൾ കുടുംബം മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട്, സമാധിയായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിലായിരുന്നു തർക്കമായിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് പറയുന്നത്, ഓൺ റിമൂവിംഗ് ദ ടോപ്പ് കോൺക്രീറ്റ് സ്ലാബ് ഓഫ് ദ ടോം, ദ പോർഷൻ ഓഫ് ദ ബോഡി comprising of head, neck, chest, upper part of the abdomen, both arms up to elbow, in and up to right posture, was seen above a dune of greenish particles, phosphum, and white crystalline particles having camber-like smell. Greenish powdery material was seen firmly adherent on the exposed part of head, including face and neck. On clearing the surroundings, the body appeared to be in a cross-legged sitting position, restrained with saffron-colored soiled cloth. അപ്പോൾ സമാധിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്നത്. അതിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് 4ാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 4ാമത്തെ പാരഗ്രാഫ്. അതായിരുന്നു അവര് എല്ലാ തവണയും എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത്, സമാധിയായിരുന്നു എന്നുള്ളത്. എന്ത് നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള ഒരു വക്കീലാണ് ഇരുന്നൊക്കെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ രീതിയിലാണോ? അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആണോ? ഒരു പക്ഷെ പോലീസുകാര് പരിശോധനയ്ക്ക് വരുന്ന സമയത്ത് അത് പൊളിച്ചു നോക്കിയ സമയത്ത് ഉണ്ടായ റിപ്പോർട്ടാണ് ഇപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുള്ളത്. അതായത് ചമ്രം പടഞ്ഞിരിക്കുക എന്നൊക്കെ പറയും, ഞങ്ങളവിടെ ചന്ദനപ്പടിയിട്ട് എന്നൊക്കെ പറയും. അങ്ങനെ ചമ്രം പടഞ്ഞിരിക്കുന്നു. ആ ഇരിക്കുന്ന ആളുടെ കഴുത്ത് വരെ ഭസ്മവും മറ്റുള്ള സുഗന്ധദ്രവ്യങ്ങളും ഇട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. പൊളിക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു രീതിയിലായിരുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വല്ല വടിയോ ഇതൊന്നും വെച്ചിട്ടല്ല ഇരുത്തിയിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് അത് സമാധിയാണ് എന്ന് പറയുന്നത്. ഈ സമാധി ഇരിക്കപ്പെട്ട ആള് എങ്ങനെ മരിച്ചു എന്നറിയണം മിസ്റ്റർ. അതിനാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. 75% ഹൃദ്രോഗിയാണ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാരണമാണ്. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചപ്പോ അയാൾ അവിടെ കൊണ്ട് ഇരുത്തിയതാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവര് വിചാരിച്ചിട്ടുണ്ടാവും ആള് ചിലപ്പോ സമാധിയായി എന്നുള്ളൊരു സാധനം. ഒരുപാട് പ്രശ്നമുണ്ട്. ഷുഗർ പേഷ്യന്റ് ആണ്. അതൊന്നും കൂടാതെ ഈ ഇടിപ്പാട് ഇന്ന് ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ അത് മരണകാരണമായിട്ടല്ല ഉള്ളത് എന്ന് പറയുന്നു. പിന്നെ ശരീരത്തിന്റെ വയറിന്റെ അകത്തു നിന്നും എന്തോ ഒരു ദ്രാവകം കിട്ടി. ആ ദ്രാവകത്തിന് സ്മെല്ലില്ല, അതുകൊണ്ട് അത് വിഷമല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്റെ പൊന്നു മോനെ, അതൊക്കെ അവിടെ എത്തട്ടെ, അവിടെ എത്തിയിട്ട് വരട്ടെ. ഇദ്ദേഹം അത് സ്ഥിരീകരിക്കുക, ഇത് സമാധി തന്നെയാണ്. നാളിരിക്കുന്ന രൂപത്തെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ നമ്മുടെ റിപ്പോർട്ടിൽ കിട്ടിയത് തന്നെയല്ലേ, അത് കുറെ ആൾക്കാർ പറഞ്ഞതല്ലേ. പിന്നെ അതിൽ ഇംഗ്ലീഷിൽ വായിച്ചിട്ട്
ആളുകളെ ഒരു വേറെ ഇതാക്കാൻ നോക്കേണ്ട കാര്യം എന്തുള്ളത്? പാരഗ്രാഫിൽ സമാധിയായിരുന്നു, എങ്ങനെ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ സമാധിയായിരുന്നു എന്ന് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ 4ാമത്തെ പാരഗ്രാഫിൽ. പക്ഷേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവസാനമായി തന്നെ പറയുന്നുണ്ട് മരണകാരണം എന്താണ് എന്നുള്ളത് ഫോറൻസിക് പരിശോധനയുടെ റിപ്പോർട്ട് വന്നാലേ വ്യക്തമാകൂ എന്നുള്ള കാര്യം. അപ്പൊ അതെങ്ങനെയാണത്? അല്ല, പ്രാഥമികമായിട്ട് 80% റിപ്പോർട്ട് ഡോക്ടറും പോലീസും ഒക്കെ അംഗീകരിച്ചാണ്. അതിന് മറുത്തൊരു റിപ്പോർട്ട് വന്നതായിട്ടുള്ള ചരിത്രം കുറവാണ്. ശരി, നിങ്ങൾ ചരിത്രം നോക്കിയുണ്ടോ കളിക്കുന്നത്? ഇത് ചരിത്രം നോക്കി കളിക്കേണ്ടതല്ല. നിങ്ങൾക്ക് എന്താ ബോധം എന്താ മനസ്സിലാവുന്നില്ല? എന്താണ് വെച്ചാൽ 80% എന്താണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഓക്കെയാണ്, പോലീസുകാരത് അംഗീകരിച്ചു. ഏത് പോലീസുകാരാണ് അംഗീകരിച്ചത്? ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളും വന്നതിന് ശേഷമേ ഇത് അസ്വാഭാവികമാണ് സ്വാഭാവികമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് ഇപ്പോഴും ന്യൂസ് ചാനലുകൾ കൊടുക്കുന്ന വാർത്തയിൽ പോലും പോലീസുകാരന്റെ വാക്കുകൾ ആരും ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട് രാസപരിശോധന റിപ്പോർട്ട് വരാതെ ഇതിനെ ഒരു രീതിയിലും സ്വാഭാവികമെന്നോ അസ്വാഭാവികമെന്നോ പറയാൻ കഴിയില്ല. അപ്പൊ ഇതൊരു അന്വേഷണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. 80% ആണ് തീരുമാനിച്ചത്രേ സമാധിയാണ്, ഒരു കുഴപ്പമില്ല എന്ന്. കൊള്ളാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾ നേരത്തെ വിശ്വസിച്ച പോലെ തന്നെ ഈ കുടുംബം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കുന്നു. വേറെ റിപ്പോർട്ട് വരുമെങ്കിൽ അതിന്റേതായ റിപ്പോർട്ടുകളുടെ ചലനം ഇതിലുണ്ടാവുമായിരുന്നു എന്നാണ്. ഈ പോസ്റ്റ്മോർട്ടം നിരവധി ചെയ്ത ആളുകളോട് ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പ്രാഥമിക റിപ്പോർട്ടിൽ ഇപ്പൊ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇതിൽ നോട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പൊ അയച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കെമിക്കൽ അനാലിസിസിനുള്ള കാര്യങ്ങൾ ഈ ശരീരത്തിൽ കാണുമായിരുന്നു. പക്ഷെ അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ കാര്യം. ഓക്കെ, ന്യൂട്ടന്റെ ചലന നിയമം അല്ല ഞങ്ങൾ പഠിക്കുന്നത്. ശരീരത്തിന്റെ അകത്ത് എന്തെങ്കിലും രീതിയിലുള്ള സിംറ്റംസ് ഉണ്ടാവുമായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു സിംറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊന്നു മോനെ ഈ രീതിയിലല്ലല്ലോ ഇത് മുന്നോട്ട് പോവുക. അതിന് മാത്രമുള്ളത് ഇല്ലേ? എനിക്ക് ചോദിക്കാൻ അതേ ഉള്ളൂ. സിംറ്റംസ് അല്ലെങ്കിൽ ശരീരത്തിനകത്ത് വല്ലതും കിട്ടിയെങ്കിൽ ഇനി ഫോറൻസിക് അങ്ങോട്ട് അയക്കേണ്ട കാര്യം എന്തുള്ളത്? അത് സ്ഥിരീകരിക്കുക. ആന്തരിക അവയവങ്ങളിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും പാർട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമാധി, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത് പറയാനും മാത്രം എന്ത് ബോധം നിങ്ങൾക്കുള്ളത്? മെഡിക്കൽ എത്തിക്സ് പ്രകാരം അതിൽ സമാധി എന്നൊന്നല്ലോ, അതിന് മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ളതല്ലേ? അല്ല, സമാധി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സമാധി ആയിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത്. ആ സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ്, അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ, അതായത് പുറമേ നിന്നൊരു ഫോഴ്സൊന്നും ഇല്ലാതെ സമാധി ആയിരുന്ന തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധിയായിട്ടുള്ള മൃതദേഹം തിരികെ എടുത്തത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 4ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എങ്ങനെ 6 സാധനം വരും? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നുണ്ടെങ്കിൽ ശരീരം മുറിച്ചു കീറി അതിനകത്ത് നിന്ന കാര്യങ്ങളും പിന്നെ പുറത്തുള്ള സാധനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് റിപ്പോർട്ടിൽ ഉണ്ടാവുക. ഇത് പോലീസ് റിപ്പോർട്ട് വെച്ച കാര്യമാണോ നിങ്ങൾ വായിക്കുന്ന എനിക്ക് സംശയമുണ്ട്. ഇനി അതൊന്നും കൂടാതെ പോസ്റ്ററിൽ ഇരിക്കുന്നത് പോലെ, ശരിയാ, സമാധി പോസ്റ്ററിൽ ഇരിക്കുന്നത് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണ്. അതുകൂടാതെ സനന്ദൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാവർക്കും ഒന്നും സമാധിയാവാൻ കഴിയില്ല എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോ സമാധി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരം വെളുപ്പിക്കണ്ട. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇവര് ഇതിനെ പൂർണ്ണമായിട്ടും ഈ രീതിയിൽ തന്നെയാണ്. ഇനിയിപ്പോ ഓക്കെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം വന്നു, എല്ലാം ക്ലിയർ, ഇത് സ്വാഭാവിക മരണമാണ് എന്നാണ് തീരുമാനിച്ചു. അന്ന് തന്നെ രാസപരിശോധന റിപ്പോർട്ടും വന്നു. എന്നാൽ പോലും ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് കയറേണ്ട കാര്യം എന്തുള്ളത്? അല്ല, അതാണ് പറഞ്ഞത്. ഓൺ റിമൂവ് അവരിവിടെ ഒന്ന് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോ എങ്ങനെയാണോ ആ ബോഡി ഇരുന്നത് അത് കണ്ടു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. തീർച്ചയായിട്ടും എങ്ങനെയാണോ ബോഡി ഇരുന്നത്. ഒരിക്കലും മെഡിക്കൽ റിപ്പോർട്ടിന് പോസ്റ്റ്മോർട്ടം എന്നല്ല, മെഡിക്കൽ എത്തിക്സ് പ്രകാരം അതിൽ സമാധിയൊന്നും ഇല്ല. അതാണ് നമ്മൾ പറയുന്നത്. അതിനെ വേറെ ഏതെങ്കിലും കമ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെച്ച് കെട്ടിവെക്കുകയോ അതൊന്നുമില്ല. കുടുംബം എന്താണോ സമാധി എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. എന്താ പറഞ്ഞു വരുന്നത് മനസ്സിലാവണില്ല. ഇയാളെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാതെ അവിടെ കൊണ്ട് ഇരുത്തിയാന്ന്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ശരീരം ഉള്ളിലോട്ട് വളയും. ആള് മരണപ്പെട്ട് ഒരുപാട് നേരം അങ്ങനെ ഇരുത്തിയത് കൊണ്ട് ശരീരം ആ രീതിയിൽ ഇരിക്കും. അത് പിന്നെ വളയാനും തിരിയാനും മറയാനൊന്നും സാധ്യതയില്ല. അതുകൂടാതെ ഇവര് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വരെ ഇദ്ദേഹത്തിന്റെ ബോഡി അതേ രീതിയിലാക്കി എങ്ങനെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ഉറപ്പല്ലേ? ഒരു മരിച്ചു കഴിഞ്ഞ ഒരാൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ബലം വെക്കും ഈ ബോഡിയൊക്കെ. ഇവർ പറഞ്ഞത് പുലർച്ചെ ആ ഒരു സമയം വരെ പൂജ ഉണ്ടായിരുന്നു എന്നുള്ളതാ. ആളെ ഭസ്മൊക്കെ ഇട്ട് നിറച്ച് ആ ഒരു നടുവിൽ നിർത്തി, ആ നൃത്തം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആ നൃത്തത്തിന് എങ്ങനെ മാറാനാ? ഇതൊക്കെ സ്വാഭാവിക, ഇതൊക്കെ കുറച്ച് ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യമില്ലേ? അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല, കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിന്റേതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ
വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല. അത്ര വ്യത്യാസമുള്ള, അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്തായ ആഹാരം തന്നെ അവർ കഴിച്ചത്. സ്മൂത്തായിട്ട് ആഹാരം കഴിക്കുക, സ്മൂത്തായിട്ട് എന്താ ചാവട്ടെ. എന്റെ അമ്മച്ചി, അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത 100% ഉണ്ടായിരുന്നു എന്നുള്ളത്. 75% ബ്ലോക്ക് ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കൂടാതെ പ്രമേഹ രോഗിയാണ്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് നിവേദ്യം കഴിച്ചിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആൾക്ക് നല്ല രീതിയിൽ ഷുഗറും ഉണ്ട്. അങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്മൂത്ത് മനുഷ്യനല്ല. നിങ്ങൾ അങ്ങനെ ഒരു അസുഖം ഇല്ലാത്ത ഒരാളായിരുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ നിങ്ങൾക്കുള്ള കുഴി തോണ്ടുന്നത് പോലെയാണ് അല്ലെ. ഒരു പ്രശ്നമില്ലാത്ത ആളാണ്, അടി കിട്ടിയ പാടുണ്ട് ശരീരത്തിൽ, അല്ലെങ്കിൽ മുഴപ്പാടുണ്ട്, അതൊന്നും ആ സമയത്ത് ഇല്ല എന്നൊക്കെ പറയുന്നതൊക്കെ അത് സ്വന്തം വിഡ്ഢിത്തരാണ്, സ്വയം കുഴി തോണ്ടുന്നത് പോലെയാണ്. കാരണം പോലീസുകാരെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ളൊരു ധാരണക്ക് വഴി ഉണ്ടാക്കും. റിപ്പോർട്ടില് മരണകാരണം അതല്ല എങ്കിൽ പോലും ചെറിയ മുറിവുകളുടെ കാര്യം കൂടി പറയുന്നുണ്ട്. ശിവയുടെ ബാക്കിലും തലയുടെ ബാക്കിലും. അപ്പോൾ അതൊന്നും ഇതിന് ശിവന് ഈ സത്യസന്ധത ഉണ്ടായിരുന്നു. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്ന കാര്യം പെരടിയിലൊക്കെ പാടുണ്ട് എന്നുള്ളത് അതെങ്ങനെ ഇല്ലാത്ത കാര്യമാവുന്നു? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താ കളിക്കാൻ നിൽക്കുക? അതെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും കാര്യമില്ല, 80% ഇത് സമാധിയാണല്ലോ. പിന്നെ അതൊന്നും കുഴപ്പമില്ലല്ല എന്നാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിലെ പാടുകളുണ്ട്, അതിനെ കുറിച്ച് പറയാൻ പറ്റി. ഒരു മുറിവുണ്ട്, മൂക്കിനൊരു മുറിവുണ്ട്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ല എന്നാ പറയണത്. നിങ്ങളെ തന്നെ ഉറപ്പിക്കല്ലേ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളതാണ്. മൂക്കിന്റെ മുകളിൽ കുറിപ്പാടുണ്ട് എന്നുള്ള കാര്യം ഉള്ളതാണ് അമ്മച്ചി. നിങ്ങൾ അതിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. ഏതോ കാലത്ത് കാലിലടിയിൽ മുറി ഉണ്ടായിരുന്നു എന്നല്ല പറയേണ്ടത്. അതാണ് കുഴപ്പം വരെ. ഇഞ്ചുറീസിന്റെ തൊട്ട് താഴെ there was no injury to deeper structures including skeleton. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. there was എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ ചതവുകൾ എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് മരണകാരണമല്ലായിരിക്കാം, പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. അല്ല, അത് ഇവിടെ തന്നെ പറയുന്നു അങ്ങനെയൊന്നുമില്ല, ഒരു കുറവില്ലായിരുന്നു, സുഖമായി നടക്കുമായിരുന്നു. പക്ഷെ ഈ ചതവുകൾ എങ്ങനെയാണ് മരണത്തിന് എങ്ങനെയാണ് സംഭവിച്ചത്? അല്ല, there was no injury to deeper structures including skeleton. ആഴത്തിന്റെതല്ല, മുറിവുകൾ ഉണ്ടായിരുന്നു, ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അത് എവിടെയൊക്കെയാണെന്നുള്ളതും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ വിളിച്ചു പറയരുത് എന്നുള്ളത്. ആള് ചുമട്ടുതൊഴിലാളിയാണ്, അതുകൊണ്ട് ചിലപ്പോ ഇവിടെ മുറി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന കാര്യം പറഞ്ഞു. പക്ഷെ തലയുടെ ബാക്കിൽ വെച്ചിട്ട് ആരാണ് എന്തെങ്കിലും ഏറ്റിക്കൊണ്ടുപോകുക? അരിയും ചാക്കൊക്കെ ഏറ്റിയുന്നത് തലയുടെ ബാക്കിൽ വെച്ച് ആരും ഏറ്റില്ല, ഇവിടെ വെച്ചിട്ടാണ് ഏറ്റുക. ഈ ഭാഗത്താണോ പാടുള്ളത്, ഈ ഭാഗത്താണോ പാടുള്ളത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മൂക്കിന്റെ മുകളിൽ ഒരു മുറിപ്പാടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഏത് സമയത്ത് ഉണ്ടായതാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച് തന്നെ മനസ്സിലാവും. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചതവുകളുണ്ട്. പക്ഷെ അത് മരണകാരണമല്ല, പക്ഷെ ചതവുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ചതവുകളെന്നാണ് പറയുന്നത്. ചെവിട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി ചെയ്യുന്നവർക്ക് മുറിക്കുന്ന ആളാണ്, വിറവ് ഈ തോളിലെടുക്കുന്ന ആളാണ്. ഈ തോളില് തടിയെടുത്ത് ചുമന്ന് പുളിയും പറമ്പും ഉൾപ്പെടെ ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം നിലനിർത്തി നിങ്ങൾ കൂലിപ്പണി ചെയ്യുന്ന ആളാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചെന്നറിയാം. വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് ആണ്. മതി അമ്മച്ചി, മതി. ഇതെല്ലാവർക്കും അറിയണ കഥയാണ്. ഇപ്പൊ ഏകദേശം ആ അമ്പലം ഉണ്ടാക്കിയതിന്റെ കഥ എല്ലാ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇതാ പറഞ്ഞാൽ മതി ചുമട്ടുതൊഴിലാളി ആയിരുന്നു എന്നുള്ളൊരു കാര്യം. അതങ്ങ് പറഞ്ഞാൽ തീരാവുന്നുള്ളൂ. പക്ഷെ തലയുടെ പിന്നുകൊണ്ട് ആരും, ബാക്ക് വശം കൊണ്ട് ആരും മരം ഏറ്റാറില്ല കേട്ടോ, അത് വേറെ കാര്യം. പുള്ളി ഇവിടെ കിടക്കുന്ന സമയത്തും പുള്ളി ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒക്കെ ഈ പറയുന്ന ചതവുകളും മുറിവുകളും ഒക്കെ ഇല്ലാത്ത എന്തിനാണ് പറയണത്? ഞങ്ങളല്ല പറഞ്ഞത്, പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞേക്കാം. അതെ, കുഴപ്പമില്ല. അല്ല, ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ല, അതൊന്നും കുഴപ്പമൊന്നും അല്ല എന്ന് തൊട്ടടുത്ത ഒരാളിരുന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ പൊട്ടത്തരം പറയുന്നുണ്ട്. എന്ത് ചോദിച്ചാലും വക്കീലിനെ എടുത്ത് വായിച്ചു നോക്കാനുള്ള ആ ഒരു സാധനം എന്താ വെച്ചാൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആണെന്നുള്ളതും പിന്നെ ആ പോലീസുകാർ എഴുതിയ റിപ്പോർട്ട് ആണ് ആളിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്ക് അടിയേറ്റിട്ടല്ല മരിച്ചത് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അത് ആഴത്തിലുള്ള പരിക്കല്ല എന്ന് പറയുന്നുണ്ട്. ശരി, ഓക്കെ. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മരം ഏറ്റിട്ടൊക്കെ ആവാം. പിന്നെ പറയുന്നത് അങ്ങനെ ഒന്നുമില്ല, ആ മരണ സമയത്ത് ഒരു പാടുമില്ല, മൂക്കിന്റെ മുകളിൽ എങ്ങനെ പാട് വന്നു? ഇതൊക്കെയാണ് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ഇനി കൃത്യമായിട്ട് എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് കേട്ടോക്കാം.
അത് തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. സ്വാഭാവിക മരണമാണോ അല്ലയോ എന്ന് ഇപ്പോഴും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. പക്ഷേ ഈ 75% ഹൃദയധമനികളിലെ 75% ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു സാധാരണ വ്യക്തിക്കെല്ലാം മരണകാരണമാകാനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പുറത്തുള്ള, അതായത് മറ്റു വിഷാംശങ്ങളോ മറ്റോ ഉള്ളിൽ ചെന്നാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നതിലേക്കുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഈ അസുഖങ്ങൾ അത് ഒരുപക്ഷെ മരണകാരണമാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് രാസപരിശോധനാ ഫലം വരാതെ മരണകാരണം കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഹൃദയധമനികളിൽ 75% ബ്ലോക്ക്, ലിവർ സിറോസിസ്, വൃക്കകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒപ്പം കാലിൽ അൾസർ, മുഖത്തും തലയിലും 4 ചതവുകളുണ്ട്. പക്ഷേ ഈ 4 ചതവുകളും മരണകാരണമല്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. അത് ഈ 4 ചതവുകളും മരണകാരണമാകാൻ സാധ്യതയില്ല എന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. ഓക്കെ, ഇതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അയാൾക്ക് ഡയബറ്റിക് പേഷ്യന്റ് ആണ്, അതേപോലെ തന്നെ ഹൃദ്രോഗിയാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആളാറ്റം ഇരുന്ന് അറ്റാക്കായി മരിച്ചപ്പോൾ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ടാവും, ഈ ഒരു ബാസ്മട്ട് മൂടിയുണ്ടാവും. ഇത്രയുള്ള സംഭവം. എന്തായാലും പരിശോധനാ റിപ്പോർട്ട് ഇനിയും വരാണ്ട്, അതുവരെ അത് ദുരൂഹത തന്നെയാണ്. ഇതൊരു സാധാരണ മരണമല്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ആളുകൾ കാണേണ്ടത്. ഇനി അസാധാരണ മരണമാണോ സാധാരണ മരണമാണോ എന്ന ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. വേറെ ഒന്നും പറയാനില്ല, നമുക്ക് റിപ്പോർട്ട് വരട്ടെ. ഓക്കെ, ചാനൽ താല്പര്യം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരുന്ന സന്ദീപ് സൈനിങ് ഓഫ്.